സുധാകരനോട് നമ്മൾ യോജിക്കുന്ന എവിടെയാണ്? ഒന്ന്, അയാളെ മാറ്റാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ അയാളോട് പറഞ്ഞില്ല. അയാൾ പറയുന്നത് രാഹുൽ ഗാന്ധിയും പറഞ്ഞില്ല, മറ്റേ ഖാർഗെയും പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. ഇത്രയും പൂത്ത് നാറി ചീഞ്ഞൊരു ഭരണമുണ്ടായിട്ട് ആ ഭരണത്തിനെതിരെ ചെറുവിരൽ അനക്കാൻ ഈ വി ഡി സതീശന് കഴിഞ്ഞു. രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ പിണറായി വിജയൻ എത്ര തവണ വാലും ചൂണ്ടി പിണറായി വിജയൻ ഓടിയതാണ് എത്രയോ വിഷയത്തിൽ. ആ ക്രൂഷ്യലായിട്ടുള്ള സമയത്ത് ഇതുപോലെ കാൽക്കാശിന് കൊള്ളാത്ത ഒരു ലീഡർഷിപ്പിനെ വേണുഗോപാൽ കൊണ്ടിരുന്നുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട, വേണുഗോപാലിനെ ആരോ പുറകോട്ട് പിടിച്ച് വലിക്കുന്നു. 956 ശേഷം ഇത്രയേറെ, ഞാനെപ്പോഴും പറയുന്നതാണ്, അഴുകി പൂത്ത് ചീഞ്ഞ് നാറിയ ഒരു ഭരണം. നവകേരള സദസ്സ് എന്നും പറഞ്ഞുകൊണ്ട് ആണല്ലോ ഇരിക്കുന്നത്. ഇനി ഒന്നുകൂടി ജയിപ്പിച്ചാൽ നവകേരള ഇന്ത്യയാക്കുമെന്ന്. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. KPCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിനുശേഷം കോൺഗ്രസിൽ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നുണ്ടോ എന്ന പലതവണ ഞങ്ങൾ ചോദിച്ചാണ്, പലതവണ ചർച്ചയ്ക്ക് വിധേയമാക്കിയതാണ്. ടോക്കിംഗ് പോയിന്റ് എന്താണോ ചർച്ച ചെയ്തത് അത് തന്നെയാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഈ വിഷയമാണ് നമ്മൾ വീണ്ടും ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത്. ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് അഡ്വക്കേറ്റ് KM ഷാജഹാൻ. നമസ്കാരം സാർ. ടോക്കിംഗ് പോയിന്റ് പലതവണ പലകുറി ചോദിച്ചൊരു ചോദ്യം, പലപ്പോഴും പലരായി പറഞ്ഞു, ഇതിൻ്റെയൊക്കെ എന്തെങ്കിലും ആവശ്യമുണ്ടോ, ഊതിപ്പെരുപ്പിക്കേണ്ട കാര്യമുണ്ടോ, കോൺഗ്രസ്സിൽ അങ്ങനെയുള്ളൊരു പൊട്ടിത്തെറിയൊന്നും ഉണ്ടാകുന്നില്ല. പക്ഷേ ഇന്ന് മുൻ KPCC പ്രസിഡന്റ് പരസ്യമായി രംഗത്തെത്തിയിരിക്കുന്നു. എന്നെ ഒഴിവാക്കിയത് തെറ്റല്ല, എന്നാൽ ശരിയുമല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കുഞ്ചു, നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഇത് ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ചർച്ച ചെയ്യുന്ന അവസരങ്ങളിലെല്ലാം തന്നെ മാധ്യമങ്ങൾ ഒന്നടങ്കം, അതാണ് ഏതെങ്കിലും ഒരു മാധ്യമം പറഞ്ഞാൽ ഒന്നടങ്കം മാധ്യമങ്ങൾ എല്ലാം ഭദ്രം എന്നാണ് പറഞ്ഞുകൊണ്ട്, അത് പറഞ്ഞുകൊണ്ടിരുന്ന സമയത്തൊക്കെ നമ്മൾ എന്തൊക്കെ പറഞ്ഞോ അതെല്ലാം 100% ശരിയായി വന്നിരിക്കുകയാണ്. ടോക്കിംഗ് പോയിൻ്റ് ഇപ്പോൾ ഒരു ടോക്കിംഗ് പോയിൻ്റാണ് മാധ്യമങ്ങളുടെയും ജനങ്ങളുടെയും ഇടയിൽ. അതിൻ്റെ കാരണം നമ്മൾ പറഞ്ഞതെല്ലാം വസ്തുനിഷ്ഠമാണ് എന്നുള്ളതാണ്. നമ്മൾ ഏതോ ഒരു ചർച്ചയിൽ പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട്, K. സുധാകരൻ വ്രണിത ഹൃദയനാണ്, ആ വാക്കാണ് ഞാൻ ഉപയോഗിച്ചതെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എനിക്ക് അതിനകത്തേക്ക് കടക്കുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു. 9 വർഷക്കാലമായി ഒരു ഗവൺമെൻറ് ഇവിടെ ഇരിക്കുന്നു. ഞാനൊരു പൊതുപ്രവർത്തനം എന്നുള്ളതിൽ ഒരു 10-15 വർഷക്കാലമായി ഞാൻ പൊതുരംഗത്ത് ഉണ്ട്. ഒരു സംശയവും വേണ്ട, 956 ശേഷം ഇത്രയേറെ, ഞാനെപ്പോഴും പറയുന്നതാണ്, അഴുകി പൂത്ത് ചീഞ്ഞ് നാറിയ ഒരു ഭരണം. ഞാൻ പറഞ്ഞ ഭരണം എന്ന് പറയുമ്പം ഇടത് ഭരണം എന്നല്ലേ പറയാം, ഇടതും വലതും ചേർന്നാൽ എടുത്താൽ പോലും ഇത്രയും മോശം ഒരു ഭരണം. കാരണം ഇതിനു മുമ്പ് ഉമ്മൻചാണ്ടിയുടെ ഭരണം ഉണ്ടായിട്ടുണ്ട്, ഇതിനു മുമ്പ് ആൻ്റണിയുടെ ഭരണം ഉണ്ടായിട്ടുണ്ട്, കരുണാകരൻ്റെ ഭരണം ഉണ്ടായിട്ടുണ്ട്. ഈ ഭരണങ്ങളുമായി എല്ലാം താരതമ്യം ചെയ്ത് നോക്കിയാൽ ഏറ്റവും പുഴുത്ത ഒരു ഭരണമാണ് ഇവിടെ കഴിഞ്ഞ 9 വർഷക്കാലമായി അധികാരത്തിരിക്കുന്നത്. ഇനി ഒരു വർഷമേ ഉള്ളൂ. ഈ ഭരണത്തിനെതിരെ ഏറ്റവും കൂടുതൽ രോഷവും പ്രതിഷേധവും അമർഷവും ഉള്ളത് അവരുടെ സ്വന്തം വോട്ട് ബാങ്കിൻ്റെ കയ്യിലാണ്. അതെ, ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് CPM കാരനെ കണ്ടപ്പോഴത്തേക്ക് എന്നോട് ഇങ്ങോട്ട് പറഞ്ഞത് എന്താണെന്നറിയോ? പറഞ്ഞത് നവകേരള സദസ്സ് എന്നും പറഞ്ഞുകൊണ്ട് ആണല്ലോ ഇരിക്കുന്നത്. ഇനി ഒന്നുകൂടി ജയിപ്പിച്ചാൽ നവകേരള ഇന്ത്യയാക്കുമെന്ന്. ഒരു CPM കാരൻ, ആരാണെന്ന് കൂടുതൽ വിശദമായിട്ട് ഞാൻ സൂചിപ്പിക്കുന്നില്ല, പറഞ്ഞതാണ്. അപ്പോൾ അത്തരത്തിൽ പൂഴ്ത്ത് ചീഞ്ഞു നാറിയ ഒരു സർക്കാർ, ആ സർക്കാരിനെതിരെ ഏറ്റവും കൂടുതൽ അമർഷമുള്ളത് CPM കാർ. ഒരു കാരണവശാലും പിണറായി വിജയൻ അടുത്തവണ അധികാരത്തിൽ വരരുത് എന്ന് ഏറ്റവും ഉള്ളിൽ തട്ടി ആഗ്രഹിക്കുന്നത് കോൺഗ്രസ്സുകാരോ CPM കാരോ അല്ല, അല്ല കോൺഗ്രസ്സുകാരോ BJP കാരോ അല്ല, CPM കാർ. അത്രയ്ക്ക് പുഴുത്ത ഒരു ഭരണം. പാർട്ടി നേതൃത്വം പോലും ഈ പിണറായി വിജയൻ എങ്ങനെയെങ്കിലും ഒന്ന് പോയി കിട്ടിയാൽ മതി എന്ന് ആഗ്രഹിക്കുന്ന ഒരു സമയത്ത് ആ സർക്കാരിനെ എതിരെ ഒറ്റക്കെട്ടായി ഒരു സമര പോരാട്ടങ്ങൾ നേർന്നതിന് 110 സീറ്റ് വരെ കിട്ടാവുന്ന ഒരു സാഹചര്യത്തിൽ ഈ കൈപ്പണം കെട്ടവന്മാർ തെരഞ്ഞെടുപ്പിന് 1 വർഷം മാത്രം ഉള്ളപ്പോൾ കാണിക്കുന്ന ചക്കളത്തി പോരാട്ടം, സത്യം പറഞ്ഞാൽ ഈ ജനം, നമ്മുടെ കോൺഗ്രസ്സുകാരെന്നല്ല, ജനമാണ് ഇവന്മാരെ തെരണ്ടിവാൽ കൊണ്ട് അടിക്കേണ്ടത് എന്നാണ് എനിക്ക് ആദ്യം സൂചിപ്പിക്കാറുള്ളത്. ഞാൻ പറഞ്ഞത് എന്ത് ആത്മാർത്ഥതയാണ് ഇവർക്ക് ജനങ്ങളോടുള്ളത്. കോൺഗ്രസ് അണികൾ പോട്ടെ, ജനങ്ങളോട് ഇവർക്ക് എന്ത് ആത്മാർത്ഥതയുള്ളത്. ഇപ്പം പുനഃസംഘടന നടന്നു, പുനഃസംഘടനയായിട്ടുള്ള പൊട്ടിത്തെറികളൊക്കെ വിശദമായി നമ്മൾ ചർച്ച ചെയ്തു. നമുക്കിപ്പോൾ ഇന്ന് ചർച്ച ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് സുധാകരൻ്റെ കാര്യമാണ്. സുധാകരൻ എന്ന് പറഞ്ഞ ആൾ
ഇന്ന് വന്നിട്ട് എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത്? ഇപ്പോൾ സുധാകരനെ നമ്മളൊന്ന് എടുക്കുക. നമ്മൾ സുധാകരനെ നമ്മളൊന്ന് വിശകലനം ചെയ്താൽ കഴിഞ്ഞ 4 വർഷക്കാലമായി അയാൾ KPC പ്രസിഡൻ്റായിട്ടിരിക്കും. അയാൾ KPC പ്രസിഡൻ്റായിട്ടിരിക്കുന്ന സമയത്ത് പിന്നെ ഉപതെരഞ്ഞെടുപ്പുകളിലും അല്ലാത്ത തെരഞ്ഞെടുപ്പുകളിലൊക്കെ വിജയം ഉണ്ടായിട്ടുണ്ട്, അതിനൊരു തർക്കവുമില്ല. പക്ഷേ ആ സമയത്ത് അയാൾ KPCC പ്രസിഡൻ്റായി ഇരുന്നു എന്നുള്ളതല്ലാതെ അയാളുടെ സംഘടനാ പ്രവർത്തനത്തിൻ്റെ മികവ് കൊണ്ടാണോ ഈ വിജയങ്ങളുണ്ടായത്? എനിക്ക് തോന്നുന്നില്ല. ഇന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഇറ്റ് സോ ഹാപ്പൻഡ് എന്ന് പറഞ്ഞ പോലെ ആ വിജയമെല്ലാം ഉണ്ടായപ്പോൾ അയാൾ ആ കസേരയിൽ അവിടെ ഉണ്ടായിരുന്നു. അതല്ലാതെ ഈ ഉപതെരഞ്ഞെടുപ്പും ഫലം ഉണ്ടായതോ അല്ലെങ്കിൽ അതിനുശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം ഉണ്ടായതോ ഒന്നും അയാളുടെ മേന്മ കൊണ്ടല്ല എന്നുള്ളത് ആർക്കാണ് അറിയാൻ മേലാത്തത്? ഇറങ്ങിപ്പണിയെടുത്തില്ല. ഇറങ്ങിപ്പണിയെടുത്ത് എന്ത് പണിയാണ് എടുത്തത്? ഇപ്പോൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ കെ സുധാകരൻ്റെ നേട്ടം കൊണ്ടാണെന്ന് ആർക്കാ പറയാൻ പറ്റുക? അവിടെ വേറെ രാഷ്ട്രീയ സാഹചര്യങ്ങളുണ്ടായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പം വേറെ രാഷ്ട്രീയ സാഹചര്യങ്ങളുണ്ടായിരുന്നു. അതേസമയം കോൺഗ്രസിൻ്റെ പാർട്ടി സംഘടന പ്രവർത്തിച്ച് ജയിച്ച തെരഞ്ഞെടുപ്പുകളുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നു. ഞാൻ ഒരു സുപ്രധാന കാര്യം പറയാം. അരൂരിലൊരു ഉപതെരഞ്ഞെടുപ്പ് വന്നു. എനിക്ക് തോന്നുന്നു മറ്റേ A. മാരിഫ് ലോക്സഭയിലേക്ക് ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നു. അവിടെ എന്തോ ഷാനിമോൾ ഉസ്മാനാണ് മത്സരിച്ചത്. ആ ഉപതെരഞ്ഞെടുപ്പിൽ 35,000 വോട്ടിന് A. മാരിഫ് ജയിച്ചെടുത്താണ് ഉപതെരഞ്ഞെടുപ്പ്. അവിടെ സുസംഘടിതമായി, എനിക്ക് തോന്നുന്നു അവിടെ മറ്റേ PT തോമസിനൊക്കെ ആയിരുന്നു ചുമതല. സുസംഘടിതമായി സംഘടനാ പ്രവർത്തനം നടത്തിയതിനെ തുടർന്ന് ആരിഫ് 35,000 വോട്ട് ജയിച്ച സ്ഥലത്ത് എത്രയോ ചെറുതല്ലാത്ത ഭൂരിപക്ഷത്തിന്. അപ്പോൾ അങ്ങനെയുള്ള തെരഞ്ഞെടുപ്പുകൾ നടന്നിട്ടുണ്ട്. പക്ഷേ കെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം കെ സുധാകരൻ ആ കസേരയിൽ അപ്പോൾ ഉണ്ടായിരുന്നു എന്നുള്ളതല്ലാതെ സുധാകരൻ എന്തൊക്കെ പറഞ്ഞാലും കെ സുധാകരൻ്റെ മികവ് കൊണ്ടാണ് എന്ന് പറയുന്നത് ഓരോ ഉപതെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴത്തേക്കും VD സതീശൻ വന്നിട്ട് പറയും ഞാൻ കാരണം ഇല്ലേ? അയാൾ പറയുമല്ലോ. പത്രസമ്മേളനം വിളിക്കാറുണ്ട്. അയാളാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ആളെന്നുള്ള നിലയിൽ ഫ്ലെക്സ് ബോർഡുകൾ അയാൾ വെക്കാറുണ്ട്. തീർച്ചയായും ഇതൊക്കെ അപ്പം നമുക്കറിയാം ഇത് ഇയാളുടെ ഇത് കൊണ്ടല്ല. പക്ഷേ അയാൾ പറയുന്നത് ഞാൻ കാരണമാണെന്നൊക്കെ പറയും. ശരി, ആയിക്കോട്ടെ. പക്ഷേ സംഘടനയെ അയാൾ ചലിപ്പിച്ചോ എന്ന് ചോദിച്ചാൽ അയാൾ ചലിപ്പിച്ചില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. സംഘടനയെ ചലിപ്പിച്ചിരുന്നുവെങ്കിൽ ഒരു കാരണവശാലും അയാളിപ്പം മാറേണ്ടി വരില്ലായിരുന്നു കുഞ്ചു. അയാളെ മാറണം അല്ലെങ്കിൽ അയാളെ മാറ്റണം എന്നുള്ള തോന്നലുണ്ടായതിൻ്റെ തന്നെ കാരണം അയാൾ ഫലപ്രദമായിട്ടല്ല ആ സ്ഥാനത്തിരുന്ന് പ്രവർത്തിച്ചതെന്നുള്ളത് കൊണ്ടാണല്ലോ. 2, ഈ 4 വർഷക്കാലമായി സർക്കാരിനെതിരെ എന്താണ് നടന്നത്? എന്ത് സമര പോരാട്ടങ്ങൾക്കാണ് നേതൃത്വം കൊടുത്തത്? ഗാന്ധിയൻ മാർഗം സ്വീകരിക്കുന്നതാണ് അവർ പറയുന്നത്. പറഞ്ഞതാണ്. അതെ എന്നുവെച്ചാൽ അത് വളരെ എളുപ്പമാണല്ലോ അത് പറയാൻ. എന്ന് മാത്രമല്ല, നമ്മൾ കഴിഞ്ഞ ചർച്ചകളിലൊക്കെ പറഞ്ഞ പോലെ 2021 ഇയാൾ അധികാരത്തിൽ വരുമ്പോൾ പറഞ്ഞെന്താണ്? 3 മാസത്തിനുള്ളിൽ പുനഃസംഘടന ആണല്ലോ. നമ്മൾ പലപ്പോഴും പറഞ്ഞ പോലെ 10 12 3 മാസങ്ങൾ കഴിഞ്ഞു, 10-20 3 മാസം കഴിഞ്ഞു എന്നെനിക്കും ഒരു ചുക്കും ഇവിടെ നടന്നിട്ടില്ല. നമുക്കറിയാം അയാൾ KPCC ഓഫീസിൽ പോലും അയാൾ വരില്ലായിരുന്നു. ഇയാളുടെ പേരിൽ കുറച്ച് ഇങ്കിടികളുണ്ടായിരുന്നു. ലിജു, ഒരു മാത്യു കുഴൽനാടൻ, അങ്ങനെയൊക്കെയുള്ള ചില ആളുകളാണ് ഈ സംവിധാനം തള്ളിക്കൊണ്ട് പോയിരുന്നതെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അയാൾ ആ പറയുന്നതിനകത്തൊന്നും ഒരു യുക്തിയുമില്ല. പക്ഷേ അയാൾ പറയുന്നതിനകത്ത് യുക്തി വരുന്നത് എവിടെയാണ്? യുക്തി വരുന്നത് അയാളെ മാറ്റാൻ പോവാണെന്ന് ഇവരാരും അയാളോട് പറഞ്ഞില്ല. അത് നിങ്ങൾ എടുത്ത് മാറ്റാൻ പോവാണ് എന്ന് പറഞ്ഞില്ല. 2, അയാൾ രോഗിയാണെന്നും അയാളെ കാൽക്കാശിന് കൊള്ളുകയാണെന്നും അയാളെ ഈ സ്ഥാനത്തിരിക്കാൻ കൊള്ളില്ല എന്നുള്ള പ്രചണ്ഡമായ പ്രചരണം നടത്തി കുഞ്ചു കോൺഗ്രസ്സുകാരെ തന്നെ. പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അത് ആരെ കേന്ദ്രീകരിച്ചാണ് അയാൾ പറയുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഏറ്റവും പ്രധാനം VD സതീശനാണ്. ഇനി നമുക്കറിയാം KPCC പ്രസിഡൻറ്റും മുഖ്യമന്ത്രിയും കൂടി ഒരു മനസ്സോടുകൂടി പ്രവർത്തിക്കേണ്ടതാണ് എന്നുള്ളത് നമുക്കറിയാം. അങ്ങനെ പ്രവർത്തിച്ച സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും ഈരുമയ്യാണെങ്കിലും ഒരു മനസ്സെന്ന് പറഞ്ഞ് ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. അവർ തമ്മിൽ ഈരും പാമ്പും പോലെ നിന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ രമേശ് ചെന്നിത്തല KPCC പ്രസിഡൻ്റ് ആയിരുന്ന ആ 5-6 വർഷക്കാലം അവർ ഒരു മനസ്സായിട്ടാണ് പ്രവർത്തിച്ചത്. അങ്ങനെ പ്രവർത്തിക്കേണ്ടടുത്ത് ഇവിടെ കെ സുധാകരനും ഇയാളും എങ്ങനെയായിരുന്നു? തെറി വിളിക്കല്ലേ കെ സുധാകരൻ ചെയ്ത് ഇയാളെ ഒരു സ്ഥലത്ത് ഒരു മാധ്യമ പ്രസ്താവനക്കിടയിൽ ഇല്ലേ വരാൻ താമസിച്ചത്. ആ വാക്ക് നമ്മൾ മറന്നിട്ടില്ല. അതുപോലെ തന്നെ
ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ പുതുപ്പള്ളിയിൽ വമ്പൻ ഭൂരിപക്ഷം നേടിക്കഴിഞ്ഞുള്ള പത്രസമ്മേളനത്തിൽ ഇവർ രണ്ടുപേരും കൂടി ഇരിക്കുമ്പോൾ മൈക്ക് ഇവിടെ വെക്കുമ്പോൾ അങ്ങോട്ട് തള്ളി മാറ്റുന്നു. അവിടെ ചെല്ലുമ്പോൾ മൈക്ക് ഇങ്ങോട്ട് തള്ളി മാറ്റും. ആരോ ഒന്ന് ഷോളിടുമ്പോൾ തട്ടി തെറിപ്പിക്കുന്നു. ഞാൻ പറയാമെന്നും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം. നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത് ഉജ്ജ്വലമായൊരു ഉപതെരഞ്ഞെടുപ്പ് വിജയം നേടിയതിന് ശേഷമുള്ള ഒരു പത്രസമ്മേളനത്തിലാണ് ഇതുപോലുള്ള ചെറ്റത്തരം ഈ രണ്ട് ഉന്നത നേതാക്കന്മാർ കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ സുധാകരനോട് നമ്മൾ യോജിക്കുന്ന എവിടെയാണ്? ഒന്ന്, അയാളെ മാറ്റാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ അയാളോട് പറഞ്ഞില്ല. അയാൾ പറയുന്നത് രാഹുൽ ഗാന്ധിയും പറഞ്ഞില്ല, മറ്റേ ഖാർഗെയും പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. ഇയാളെ മാറ്റണമെന്നുള്ള റിപ്പോർട്ട് മറ്റേ ദീപാദാസ് മുൻഷി എഴുതി മുകളിലോട്ട് കൊടുത്തു. അവരും ഇയാളോട് പറഞ്ഞില്ല. രണ്ട്, അയാളെ കാൽക്കാശിന് കൊള്ളാത്തവനാണെന്നും പറഞ്ഞ് പ്രചണ്ഡമായ പ്രചരണം സതീശൻ്റെ നേതൃത്വത്തിൽ നടത്തി. മനസ്സിലായില്ലേ? അതിലുള്ള അയാളുടെ അസംതൃപ്തി അയാൾ പ്രകടിപ്പിക്കുകയാണ്. അതിലെന്താണ് തെറ്റ് എന്നുള്ളതാണ് ചോദ്യം. മനസ്സിലായോ? എന്നിട്ട് അയാൾ പറയുന്നത് എന്താണ്? നിങ്ങൾ ടോട്ടലായിട്ടുള്ള പുനഃസംഘടന എന്നാണല്ലോ ഒരുത്തൻ ഡൽഹിയിലിരിക്കുന്ന ഒരുത്തൻ്റെ പത്രസമ്മേളനം ഞാൻ ഇപ്പോൾ കേട്ടു. അസംബന്ധമാണ് അയാൾ പറയുന്നത് മുഴുവൻ. അവിടെ നിന്ന് ഇപ്പോൾ പറയുന്നത് എന്താണ്? പൂർണ്ണമായി പുതിയൊരു ടീമിനെ കൊണ്ടുവന്നു എന്നാണ്. പൂർണ്ണമായി പുതിയൊരു ടീമിനെ കൊണ്ടുവന്നെങ്കിൽ പ്രതിപക്ഷ നേതാക്കന്മാരുടെ ഇപ്പം സംഘടനാ രംഗത്തുള്ള ഇയാളുടെ പ്രവർത്തനം മോശമാണെന്ന് പറഞ്ഞിട്ടാണല്ലോ ഇയാളെ മാറ്റുന്നത്. ശരി, സമ്മതിച്ചു, മോശം. അതിനേക്കാൾ മോശമല്ലേ പാർലമെൻ്റ് രംഗത്ത് ഇത്രയും പൂത്ത് നാറി ചീഞ്ഞൊരു ഭരണമുണ്ടായിട്ട് ആ ഭരണത്തിനെതിരെ ചെറുവിരൽ അനക്കാൻ ഈ വി ഡി സതീശന് കഴിഞ്ഞോ? ഒരു സമരം നടത്താൻ കഴിഞ്ഞു അയാൾക്ക്? അല്ല, അദ്ദേഹത്തിനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, മാധ്യമങ്ങളെല്ലാം ചോദിച്ചു, നമ്മൾ നിരന്തരം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അക്രമാസക്തമായ സമരങ്ങൾ കൊണ്ട് എന്ത് നേടാനാണെന്നാണ് ചോദിക്കുന്നത്. അതൊക്കെ ശരി തന്നെ. അക്രമാസക്തമായ സമരം കൊണ്ടൊന്നും നേടുന്നത്. ഈ അക്രമാസക്തമല്ലാത്ത എത്ര സമരം ഇയാൾ നടത്തി? ഞാൻ പറഞ്ഞു, ഒരു 5000 പേരെ അണിനിരത്തിക്കൊണ്ടൊരു സമരം ഈ തിരുവനന്തപുരത്ത് അയാൾ നടത്തിയിട്ടുണ്ട്. 5000 പേരെ. ഞാനത് പലപ്പോഴും പറഞ്ഞില്ല. 5000 പേരെന്ന് പറയുമ്പോൾ അതിനകത്തൊരു 4000 പേരെ വേണം മുസ്ലിം ലീഗിന് കൊണ്ടുവരാം. മലപ്പുറം ഈസിയായിട്ട് ഇവരൊരു 1000 പേരെ മൊബിലൈസ് ചെയ്താൽ മതിയായിരുന്നു. ചെയ്ത് നടത്തിയില്ലെന്ന് മാത്രമല്ല, ഇവരെല്ലാവരും കൂടെ സുധാകരനും ഇയാളും എല്ലാം കൂടെ സ്റ്റേജിലിരിക്കുമ്പോഴത്തേക്കും പിന്നെ ഒരു ടിയർ ഗ്യാസും കണ്ടടിച്ചപ്പോൾ ഇറങ്ങി മുണ്ടും പൊക്കി ഓടിയവന്മാരാണ് ഇവന്മാർ. ഏറ്റവും അവസാനം ആശാവർക്കർമാർ പാവങ്ങൾ 232 രൂപ ഒരു ദിവസമുള്ളവർ സമരം നടത്താൻ വേണ്ടി 85-90 ദിവസമായി. ആ സമരം വിജയിപ്പിക്കാൻ UDF-ന് പറ്റാഞ്ഞിട്ടാണോ? ഞാൻ ക്രിസ്റ്റൽ ക്ലിയറായി പറയുന്നു, UDF-കാർ ഒരു 5000 പേരെ ഇവിടെ അണിനിരത്തിയിരുന്നു ഈ ആ സമരത്തിന് പിന്തുണയായിട്ട്. ഈ സർക്കാർ ബാലും ചുരുട്ടി ഓടിയേനെ. കാരണം രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ പിണറായി വിജയൻ എത്ര തവണ ബാലും ചുരുട്ടി പിണറായി വിജയൻ ഓടിയതാണ് എത്രയോ വിഷയത്തിൽ. സ്പ്രിംഗ്ലർ വിഷയത്തിലും ബെബ്കോയുടെ വിഷയത്തിലും പമ്പ മണൽക്കടത്തിൻ്റെ കാര്യത്തിലും ആഴക്കൽ മത്സ്യബന്ധനത്തിൻ്റെ കാര്യത്തിലും ബ്രൂർ എത്രയോ കാര്യത്തിലും പിണറായി ഓടിച്ചാണ് ഇയാൾ. ഏറ്റവും അവസാനം ഈ വോട്ടെരട്ടിപ്പിൻ്റെ കാര്യത്തിൽ പോലും സിസ്റ്റമാറ്റിക്കായി സോഫ്റ്റ്വെയർ വരെ തയ്യാറാക്കിയാണ് ചെയ്തത്. എത്ര തവണ അയാൾ കോടതിയിലേക്ക് പോയി. ആ സ്ഥാനത്ത് 4.5 വർഷമായിട്ട് ഇയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റി? ഞാൻ പറഞ്ഞ ഏറ്റവും ക്രൂരമായിട്ടുള്ള സ്ഥിതി എന്താണെന്നറിയോ കുഞ്ചു? ജനങ്ങളുടെ അവസ്ഥ കുഞ്ചു ഒന്ന് ആലോചിച്ച് നോക്കൂ. 9 വർഷക്കാലമായി ഇത്രയും കൈപ്പണം കെട്ടൊരു ഗവൺമെൻറ് ഇവിടെ ഇരിക്കുന്നു. CPM-കാർക്ക് തന്നെ ഇയാളെ എങ്ങനെയെങ്കിലും ഇറക്കി വിടണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് ഇവന്മാർ എന്താണ് കാണിക്കുന്നത്? ഇപ്പോൾ ആശാവർക്കർമാരുടെ കാര്യം തന്നെ എടുക്കും. 5000 പേരെ എടുത്ത് ഒരു സമരം ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇന്നും ഒരു വാർത്ത പുതിയതായിട്ട് വന്നിട്ടുണ്ട്. PSC അംഗങ്ങൾ ഇപ്പം റിട്ടയർ ചെയ്ത് കോളേജ് അധ്യാപകരായിട്ട് റിട്ടയർ ചെയ്ത PSC അംഗങ്ങളാണെങ്കിൽ അവരുടെ അക്കാലത്തെ കാലാവധിയും കൂടെ കണക്കാക്കി അവർ PSC മെമ്പർ ആയിരുന്നപ്പോഴത്തേക്കും പെൻഷൻ തീരുമാനിക്കണമെന്നാണ് എന്ന് പറഞ്ഞാൽ, അവരിപ്പോൾ കോളേജ് റിട്ടയർഡ് പ്രൊഫസർമാരായിരുന്നുവെങ്കിൽ അവർക്ക് ആ റിട്ടയർഡ് പ്രൊഫസർമാരുടെ പെൻഷൻ കിട്ടുള്ളായിരുന്നു. ഇവിടെ ഉള്ളത് പെൻഷൻ കിട്ടില്ലായിരുന്നു. ഇപ്പോൾ എന്താ പറയുന്നറിയോ? ഇപ്പം ഒരു റിട്ടയർഡ് കോളേജ് പ്രൊഫസർക്ക് 1.5 ലക്ഷം രൂപയുടെ പെൻഷനെങ്കിൽ ഇപ്പോൾ ഈ തീരുമാനം കൊണ്ട് 2.25 ലക്ഷം രൂപ പെൻഷൻ വരികയാണ് PSC-യിൽ നിന്ന് റിട്ടയർ ചെയ്തവന്മാർക്ക്. ഞാൻ ചോദിക്കുന്നത്, ഇവന്മാർക്ക് എന്താണ് പണി PSC ഓഫീസിൽ? PSC മെമ്പർ എന്നുള്ള നിലയിൽ ഒരു PSC മെമ്പർക്ക് എന്താണ് ജോലി? ഒരു ജോലിയില്ല. അത്യാവശ്യം പിന്നെ ഇൻ്റർവ്യൂ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ഈ ഇൻ്റർവ്യൂ ചെയ്യുന്നതിനും ഇവന്മാർ കാശെണ്ണി മേടിക്കുന്നുണ്ട്, TNDA-ഒക്കെ. അവിടുത്തെ മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് അവിടെ 100 കണക്കിന് സ്റ്റാഫുണ്ട്. അപ്പം രാഷ്ട്രീയക്കാരൻ്റെ ഭിക്ഷാന്തേഹികളായിട്ട് അവിടെ പോയി ഇരിക്കുന്നവർക്ക് അവർക്ക് 1 ലക്ഷം രൂപ വീതം പെൻഷനിൽ കൂടുതൽ കിട്ടുകയാണ്. എന്താണ് ഇവന്മാർ ചെയ്യുന്നത്? ഒന്ന്. രണ്ട്, CPM-ൻ്റെ ഒരു സമുന്നത നേതാവ് പച്ചയ്ക്ക് വന്നിരുന്ന് പറയുകയാണ് തപാൽ വോട്ട് തിരുത്തിയെന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. അയാൾ പച്ചയ്ക്ക് വേദിയിൽ വന്നിട്ട് പറയുകയാണ് ഞങ്ങൾ തപാൽ വോട്ടുകൾ തിരുത്തി.
ഇവിടെ എന്ത് പ്രതികരണമാണ് ഇവിടെ ഉണ്ടായത്? ഞാൻ ചോദിക്കുന്നത്, UDF ഭരിക്കുന്ന കാലത്ത് UDFൻ്റെ എതിരെ സമുന്നത നേതാവ് ഇതുപോലെ പറഞ്ഞിരുന്നെങ്കിൽ ഇവിടെ എന്താ ആവുമായിരുന്നു? അവിടെ തീർച്ചയായും ഇവിടെ കെ മുരളീധരൻ വന്ന് എന്തോ പറഞ്ഞു, ഏതോ ഒരുത്തം വന്ന് എന്തോ പറഞ്ഞു. അപ്പം ഞാൻ പറയുന്നത്, ഇത്ര ഗതികെട്ടവന്മാരാണ് ഇവർ. മനസ്സിലായില്ലേ? ഇത് ജനങ്ങൾ കാണുന്നുണ്ട് എന്നുള്ളത് അവർ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇവന്മാർക്ക് ജനം ഇവന്മാരെ മൂലിക്കത് അടി കൊടുക്കുകയും ചെയ്യണം എന്ന് പറയുന്നത്. ഇത്രയും പൊട്ടിത്രയും കാര്യങ്ങളുമെല്ലാം ഉണ്ടായിട്ടും കേന്ദ്ര നേതൃത്വം എന്ന് പറഞ്ഞിട്ട് അവർ ഒരു തിരുത്തൽ നടപടിയെ കുറിച്ചിട്ട് അവർ പറയുന്നില്ല. അവർ പറയുന്നത് DCC പ്രസിഡന്റ്മാരെ ഞങ്ങൾ തീരുമാനിക്കും. DCC പ്രസിഡന്റ്മാരെ അവർ തീരുമാനിക്കണം. അങ്ങനെ ബൂത്ത് പ്രസിഡന്റ്മാരെ കൂടെ അവരങ്ങ് തീരുമാനിച്ചാൽ പോരെ? അല്ല, KC വേണുഗോപാൽ ഒരു പ്രസ്താവന കഴിഞ്ഞ ദിവസം പറഞ്ഞതെന്ന് വെച്ചാൽ എല്ലാ തരത്തിലുള്ള തിരുത്തലുകൾക്കും സണ്ണി ജോസഫിന് പൂർണ്ണമായ അധികാരം കൊടുത്തത് പുതിയ KPCC പ്രസിഡന്റ് തീരുമാനിക്കുമെന്ന് പറയുന്ന ആ തീരുമാനങ്ങൾക്കനുസരിച്ചിരിക്കാൻ ബാക്കിയുള്ള കോൺഗ്രസ്സുകാർ തയ്യാറാവും എന്നുള്ളതാണ്. കുഞ്ച്, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. കേരളത്തിൽ ഇന്ന് നിൽക്കുന്ന നേതാവ് പിണറായി വിജയൻ ആരാ? ഞാൻ പറഞ്ഞു, ഇതിനു മുമ്പ് എത്രയോ നേതാക്കന്മാർ വന്നിട്ടുണ്ട്. PS മുഖ്യമന്ത്രിയായിട്ടുണ്ട്. ആനാര് നോക്കുന്നത്? ഇയാൾ അധികാരത്തിൽ നിലനിൽക്കാൻ വേണ്ടി എന്ത് ക്രൂക്കായിട്ടുള്ള പരിപാടികൾ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു നേതാവ് അപ്പുറത്ത് നിൽക്കുകയാണ്. മനസ്സിലായില്ലേ? അങ്ങനെ നിൽക്കുമ്പോൾ ഇവിടെ കണ്ണൂർ എന്ന് പറഞ്ഞ ജില്ലയിൽ പോലും ഇയാളെക്കാളും 100 ഇരട്ടി ആളുകളെ സുധാകരൻ അറിയില്ലായിരുന്നു. ഇപ്പോൾ സുധാകരൻ പ്രസ്താവനയുടെ കാര്യത്തിലെങ്കിലും പിണറായിക്കുമായിട്ട് അടിച്ചു നിൽക്കുന്നതാണ്. ഇയാൾ ആരാണ്? ഇയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇയാൾക്കൊരു ചുക്കും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ക്രൂഷ്യലായിട്ടുള്ള 2 തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കോൺഗ്രസിനെ അടിച്ച് തകർക്കുകയാണ് ഇവർ. അപ്പോൾ ക്രൂഷ്യലായിട്ടുള്ള തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കോൺഗ്രസിനെ ഇങ്ങനെ അടിച്ച് തകർക്കുന്ന ഇവർ എവിടുന്നൊക്കെയോ ഇവർക്ക് എന്തൊക്കെയോ കിട്ടിയിട്ടുണ്ട്. അതാണ് ചർച്ചയ്ക്ക് വിധേയമാകുന്നത്. കാരണം KC വേണുഗോപാലാണ് മുമ്പ് AICCയുടെ തലപ്പത്തിരുന്നുകൊണ്ട് അല്ലെങ്കിൽ കേന്ദ്രത്തിലെ കാര്യങ്ങളെല്ലാം തീരുമാനിച്ച് അവിടെ ഒരു വലിയ രീതിയിലുള്ളൊരു നഷ്ടം കോൺഗ്രസിനുണ്ടാകുന്നു. ഇപ്പോൾ കേരളത്തിലേക്ക് വരുമ്പോഴും ആ ഒരു നഷ്ടം തന്നെയാണ് ആവർത്തിക്കുന്നതെന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ പോലും ആശങ്കപ്പെടുന്നത്. അല്ല കുഞ്ചു, ഞാൻ പറയുന്നത്, ഈ കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടി ഒരുപാട് കാലം കേന്ദ്രത്തിൽ അധികാരത്തിലിരുന്നൊരു പാർട്ടിയാണ്. ആ പാർട്ടിയുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ആ പാർട്ടിയിൽ സമുന്നതരായിട്ടുള്ള വലിയ കഴിവുള്ള ഒട്ടേറെ നേതാക്കന്മാരുണ്ടായിരുന്നു. ഇപ്പോൾ ഇയാൾക്ക് മുമ്പ് അവിടെ ഇരുന്നൊരു അഹമ്മദ് പട്ടേലുണ്ട്. അയാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ക്ലിനിക്കലി പ്രിസിഷനുള്ള പൊളിറ്റിക്കൽ മൂവ്സ് നടത്താൻ കഴിയുന്ന ആളായിരുന്നു അയാൾ. സോണിയാഗാന്ധിയുടെ കൂട്ടത്തിൽ അയാൾ മരിച്ചപ്പോഴാണ് ഇയാൾ വരുന്നത്. നമ്മൾ കോൺഗ്രസ് ഒന്ന് എടുത്തു നോക്കും. ഗുലാം നബി ആസാദ് എന്ന് പറഞ്ഞൊരു നേതാവ്, ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ അംഗീകാരമുള്ള ഒരു നേതാവായിരുന്നു. അതുപോലെ തന്നെ കപിൽ സിബൽ, ഇന്ത്യയിലെ, അതായത് ഒരു അപ്പിയറൻസിന് 15 ലക്ഷം രൂപയൊക്കെ മേടിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള അഭിഭാഷകൻ കോൺഗ്രസ്സുകാരനായിരുന്നു. അങ്ങനെ എത്രയെത്ര നേതാക്കന്മാർ, അവരെല്ലാവരും പുറത്തു പോകുന്നതിൽ നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുള്ള ആളാണ് ഇയാൾ വന്നിട്ട് കേന്ദ്രത്തിലെ കോൺഗ്രസിൻ്റെ അവസ്ഥ എന്താ? പൊട്ടിപ്പൊളിഞ്ഞ് കഷ്ണമായിട്ട് തെറിച്ച് ചിന്നിച്ചെയ്യ് ബോംബ് പൊട്ടുന്ന പോലെ പൊട്ടുകയല്ലേ കോൺഗ്രസ് പിന്നെ കേന്ദ്രത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മഹാരാഷ്ട്രയിൽ തോറ്റു, 2 പ്രാവശ്യം അധികാരത്തിലിരിക്കുകയായിരുന്നു BJP ഹരിയാന, അവിടെ തോറ്റു. ഡൽഹിയിൽ 3 തവണ അധികാരത്തിലിരുന്ന സംസ്ഥാനമാണ് ഡൽഹി, ഷീലാ ദീക്ഷിത്. അവിടെ പൊടി പോലും, അതായത് ബംഗാളിൽ CPM കാണാത്ത പോലെയാണ് ഡൽഹിയിൽ കോൺഗ്രസിൻ്റെ പൊടി പോലും കാണാൻ പാടില്ല. ആ നിലയിൽ അതിനെ അവിടെ തച്ചു തകർത്തു. ഇവിടെ എന്തെങ്കിലും തലയ്ക്ക് വെളിവുള്ള ഇയാൾ ആയിരുന്നുവെങ്കിൽ 2 പ്രാവശ്യം ഇവിടെ തോറ്റു നിൽക്കുകയാണ് കുഞ്ചു. 956 ശേഷം കോൺഗ്രസ് 2 പ്രാവശ്യം തോറ്റ അനുഭവം ഉണ്ടായിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായി 2ാമത്തെ പ്രാവശ്യം തോറ്റു നിൽക്കുന്നു. അടുത്ത തവണ വരേണ്ടത് നിർണായകമാണ്. അത് പോയി കഴിഞ്ഞാൽ തീർന്നു. എന്നാൽ ഏറ്റവും വലിയ ഭാഗ്യമല്ലേ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്? എന്താണ് ഏറ്റവും പൂഴ്ത്തൊരു സർക്കാർ? ഇപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 2001-2006 കാലഘട്ടത്തിൽ VS പ്രതിപക്ഷ നേതാവായിരുന്നു. VSൻ്റെ സ്റ്റാഫിൽ ഞാനുണ്ടായിരുന്നു. അന്ന് ഭരണത്തിലുണ്ടായിരുന്നു ഉമ്മൻചാണ്ടിയൊക്കെ. ഉമ്മൻചാണ്ടി ഭരണമൊക്കെ ഇന്നത്തെ പിണറായി ഭരണമായിട്ട് നോക്കുമ്പോഴത്തേക്കും തൊഴേണ്ടതാണ് നമ്മൾ ഉമ്മൻചാണ്ടിയെ. ആ കാലത്ത് ഉമ്മൻചാണ്ടിയെ 40 സീറ്റിന് ഒതുക്കിയ ആളാണ് VS അച്യുതാനന്ദൻ. ഇയാളിപ്പോൾ ചെയ്യുന്ന വൃത്തികേടിൻ്റെ ഒരു 1000-ൽ അംശം പോലും ഒന്നും ഉമ്മൻചാണ്ടി ചെയ്തിട്ടില്ല. അപ്പോൾ അന്ന് അങ്ങനെ ചെയ്തതാണ് ഇയാൾ. അതുമായി ബന്ധപ്പെട്ട് നോക്കുമ്പം ഒരു വശത്ത് കോൺഗ്രസിൻ്റെ ജീവൻ മരണ പോരാട്ടം, 2ാമത്തെ വശത്ത് CPM പോലും എങ്ങനെയെങ്കിലും പുറത്താകണം എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു CPM ഗവൺമെൻറ്. അങ്ങനെ നിൽക്കുമ്പോൾ ആ ക്രൂഷ്യലായിട്ടുള്ള സമയത്ത് ഇതുപോലെ കാൽക്കാശിന് കൊള്ളാത്ത ഒരു ലീഡർഷിപ്പിനെ വേണുഗോപാൽ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട, വേണുഗോപാലിനെ ആരോ പുറകോട്ട് പിടിച്ച് വലിക്കുന്നുണ്ട്.
അല്ല, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു കെ സി വേണുഗോപാലിനെതിരെ ഈ കേരളത്തിലുള്ള കോൺഗ്രസിലെ എല്ലാ ഗ്രൂപ്പുകളും ഒരുമിച്ച് ചേർന്ന് കെ സി വേണുഗോപാലിനെതിരെ തിരിയുന്നത്. ഇപ്പോൾ ഈ കെ സുധാകരൻ്റെ ഒരു പ്രസ്ഥാനം കൂടി വന്നതോടുകൂടി കെ സി വേണുഗോപാൽ, മറുവശത്ത് കെ സുധാകരൻ, ഈ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ളൊരു തർക്കമാകുമോ? കുഞ്ചു, ഒരു സംശയവും വേണ്ട. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കെ സുധാകരൻ്റെ ഇപ്പോഴത്തെ ഈ ഇടപെടൽ ഇത് ഒരു സുധാകര സതീശ സഖ്യത്തിനെതിരായിട്ടുള്ള ഒരു ഇടപെടലായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. ഒരു സംശയവും വേണ്ട. അതെന്ന് പറഞ്ഞാൽ, ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ, അയാൾ സ്വന്തമായി നടത്തുന്ന ഒരു ജൽപ്പനമല്ലിത്. ഇത് സുസംഘടിതമായി നടക്കുന്ന ഒരു നീക്കത്തിൻ്റെ ഭാഗമാണ് ഇത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ എതിർത്ത് നിൽക്കുന്ന ഒരു വലിയ സെറ്റുണ്ട് എം പിമാരുടെ, അവരോടൊപ്പം ഇയാൾ നിൽക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവൻ മുരളീധരൻ എന്താ വന്നിട്ട് പറഞ്ഞത്? മുരളീധരൻ അയാളെ പിന്തുണയ്ക്കുകയാണ് ചെയ്തത്. അതെ. അല്ല, അദ്ദേഹം വളരെ സർക്കാസിസ്റ്റാണ് ആ കാര്യങ്ങളെല്ലാം പറഞ്ഞത്. കാരണം അദ്ദേഹം പറഞ്ഞത് മുമ്പ് ഒരു പ്രസ്താവന നടത്തിയിരുന്നു, ഫോട്ടോ കണ്ടാലെങ്കിലും മനസ്സിലാവണമെന്ന് പറഞ്ഞു. AP അനിൽകുമാറിനെ കൃത്യമായി ആ വേദിയിൽ വെച്ച് കളിയാക്കുന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അതിനും കയ്യടി ഉണ്ടായിരുന്നുള്ളതാണ്. കോൺഗ്രസ് പ്രവർത്തകർ കൈയടിച്ചു വിടുകയായിരുന്നു. അതായത് ഒന്ന്, അയാളുടെ പ്രസംഗം മുഴുവൻ കുത്തുവാക്കുകളായിരുന്നു. അത് മാത്രമല്ല, മൊത്തം കുത്തുവാക്കായിരുന്നു. കുഞ്ചു പറഞ്ഞ പോലെ ഓരോ കുത്തുവാക്കിനും അയാൾക്ക് കയ്യടി കിട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതെ, മനസ്സിലായോ? അയാൾ സത്യത്തിൽ ഇന്ന് സുധാകരൻ ചെയ്തത് വേറെ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ നിന്ന് ഇതുപോലെ കാണിച്ചാൽ, അപ്പം CPM-നകത്തിരുന്ന ഒരാൾ ഇതുപോലെ കാണിച്ചാൽ അപ്പം പിന്നെ AKSൻ്റെ പടി കാണുമോ? ഓരോ കാര്യവും നേതൃത്വത്തിനെതിരായിട്ടാണ് അടിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ അടിച്ചുകൊണ്ടിരുന്ന പിന്നെ കെ സുധാകരനെ പരസ്യമായി വന്ന് പിന്തുണയ്ക്കുകയാണ് കെ മുരളീധരൻ. അതെ. അപ്പോൾ കെ മുരളീധരൻ എവിടെയാണ് നിൽക്കുന്നത്? കെ മുരളീധരൻ നിൽക്കുന്നതും കെ സുധാകരൻ ഈ കെ സുധാകരൻ പക്ഷം അല്ലെങ്കിൽ എനിക്ക് കെ സുധാകരൻ പക്ഷം എന്നുള്ളതിനേക്കാൾ ഈ പിന്നെ വേണുഗോപാല സതീശ സഖ്യത്തിനെതിരായിട്ടെന്ന് പറയാനാണ് എനിക്ക് താല്പര്യം. അപ്പം അങ്ങനെ നിൽക്കുന്നു മുരളീധരൻ. സുധീരൻ രംഗത്ത് വന്നു, പുതിയ നേതൃത്വം കൊള്ളാമെന്നൊക്കെ പറഞ്ഞെങ്കിലും പുനഃസംഘടനാ ചർച്ച ഇപ്പം നടത്തിയ AICCയുടെ ചർച്ച ഇതിന് മുമ്പായിരുന്നു നടത്തേണ്ടത് എന്നാണ് സുധീരൻ പറഞ്ഞത്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ മിണ്ടിയിട്ടില്ല. ഹസനൊക്കെ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിനകത്ത് എല്ലാം കൂത്തുവാക്കുകളാണ്. അല്ല, ഹസനും കൃത്യമായി പറഞ്ഞു. അന്ന് ഈ ചടങ്ങിൽ തന്നെ ഹസനോട് ചോദിക്കുകയാണ്, മാറ്റിയത് എന്തെങ്കിലും തരത്തിലുള്ള നടപടികൾ അറിയിച്ചിരുന്നോ, അല്ലെങ്കിൽ അത് ശരിയാണോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം മറുപടി പറയാതെയാണ് പോകുന്നത്. അതുമാത്രമല്ല, ഇന്നിപ്പോൾ അടൂർ പ്രകാശ് പറഞ്ഞിരിക്കുന്ന കാര്യം, യാതൊരു തരത്തിലുള്ള പിണക്കങ്ങളും കോൺഗ്രസിലില്ല. അങ്ങനെ എന്തെങ്കിലും പിണക്കങ്ങളോ പരാതികളോ ഉണ്ടെങ്കിൽ AICCയോ അതുവഴി അല്ലെങ്കിൽ AICC വഴി ഈ പറഞ്ഞതുപോലെ കെ സി വേണുഗോപാലിനെ അറിയിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ അധികാരം, കോൺഗ്രസിൻ്റെ ഒരു അധികാരം AICCയുടെ തലപ്പത്തിരിക്കുന്ന KCയിലേക്ക് പോകുന്നുവെന്ന് അടൂർ പ്രകാശ് അടിവരായിട്ട് പറയുകയാണ്. അടിവരായിട്ട് അയാൾ പറയുന്നതാണ്. ഇതിനകത്തൊരു ബേസിക് ആയിട്ടുള്ള പ്രശ്നം എന്താ? ബേസിക് ആയിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ടീമിന് ഒരു കാരണവശാലും പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള CPM-ന് ഒരു ജയിക്കുന്നുള്ളത് പോലെ മത്സരം കൊടുക്കാൻ പോലും കഴിയില്ല എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു. അത് ഇപ്പോൾ സണ്ണി ജോസഫ് ആകട്ടെ, അത് ഷാഫി പറമ്പിലാവട്ടെ, അത് വിഷ്ണുനാഥ് ആവട്ടെ, അത് അനിൽകുമാർ ആവട്ടെ, അത് പിന്നെ ഇയാളാവട്ടെ, അടൂർ പ്രകാശ് ആവട്ടെ. ഞാൻ പറഞ്ഞപ്പം നമ്മൾ ഓരോന്നോരോന്നായിട്ട് അടൂർ പ്രകാശിൻ്റെ ലീഡർഷിപ്പ് തന്നെ നമ്മളൊന്ന് എടുക്കൂ. നമ്മൾ കാൽക്കാശിൽ കൊള്ളാവുന്ന ഒരു നേതാവാണോ അടൂർ പ്രകാശ് എന്ന് ആലോചിച്ച് നോക്ക്. അയാൾ 2-3-4 പ്രാവശ്യം കോന്നിയിൽ നിന്ന് അയാൾ ജയിച്ചു. അപ്പോൾ അയാൾ കോന്നിയിൽ നിന്ന് CPM-ൻ്റെ സീറ്റ് പിടിച്ചെടുത്ത ആളാണ് എന്ന് പറയുന്നുണ്ടല്ലോ. അങ്ങനെ ഇലക്ഷൻ തന്ത്രജ്ഞനൊക്കെയാണ് അദ്ദേഹം. അല്ല, ഞാൻ പറഞ്ഞു വരുന്നത്, അയാൾ കോന്നിയിൽ നിന്ന് 2-3 തവണ ജയിച്ചു. അത് CPM-ൻ്റെ സീറ്റ് അയാൾ പിടിച്ചെടുത്തു. ശരിയാണ്, അയാൾ സീറ്റ് പിടിച്ചെടുത്തു. ആറ്റിങ്ങലിലും പോയി CPM-ൻ്റെ സീറ്റ് പിടിച്ചെടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ കോന്നിയിൽ നിന്ന് അയാൾ പോന്നപ്പോഴത്തേക്കും ആ സീറ്റ് CPM പിടിച്ചെടുത്തല്ലോ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഞാൻ നിന്നാൽ ജയിക്കും, ഞാൻ പോയാൽ തോക്കും എന്നുള്ളതല്ലേ അതിൻ്റെ അർത്ഥം. പിന്നെ ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ് ജയിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം അടൂർ പ്രകാശിൻ്റെ തന്ത്രജ്ഞതല്ല, അത് കോൺഗ്രസിൻ്റെ മെച്ചമല്ലേ? ഈ ഇലക്ഷൻ തന്ത്രജ്ഞന്മാരാണെന്ന് പറയുമ്പോൾ അവരെല്ലാവരും അവരെക്കുറിച്ചിട്ട് പറയുന്നത് എന്താ? കോൺഗ്രസ് അല്ല, നിങ്ങളാണ് പ്രധാനം എന്നല്ലേ പറയുന്നത്. കോൺഗ്രസിനപ്പോൾ ഒരു റോളും ഇല്ലേ? കോൺഗ്രസ് സംഘടനയ്ക്ക് ഒരു റോളും ഇല്ലേ? പിന്നെ അയാൾ ആറ്റിങ്ങൽ ജയിച്ചത് CPM-കാരൻ 90% CPM-കാരനും കൊണ്ടുവന്ന് V മുരളീധരൻ വോട്ട് ചെയ്തുകൊണ്ടാണെന്ന് ആർക്കറിയാൻ പറ്റാത്ത. തീർച്ചയായും ഞാൻ ചോദിക്കുന്നത്, ഈവൻ ഈ പറഞ്ഞ ഈ അഖില ലോക നേതാവായിട്ടുള്ള KC വേണുഗോപാൽ എങ്ങനെയാണ് ജയിച്ചത്? അവിടെ 3 ലക്ഷം വോട്ട് ശോഭാ സുരേന്ദ്രൻ കിട്ടിയോണ്ടല്ലേ? ഇല്ലേ? അതെ. അല്ലെങ്കിൽ ആ ശോഭാ സുരേന്ദ്രൻ കിട്ടിയ CPM വോട്ട് CPM-ന് വേണ്ടിയിരുന്നെങ്കിൽ ഇയാൾ തോറ്റ് തുന്നം പാടില്ലേ? മനസ്സിലായി? അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാണ്, അതിശക്തമായിട്ടുള്ള ഒരു ചേണിങ് നമ്മൾ ചർച്ച ചെയ്തതുപോലെ ഒരു ധ്രുവീകരണം പിന്നെ കോൺഗ്രസിനകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് 99% ഈ വേണുഗോപാല സതീശ സഖ്യത്തിനെതിരായിട്ടുള്ള ഒരു സാധനമാണ്. അതിനിയും ശക്തിപ്പെടാൻ പോവുകയാണ്.
അല്ല, അതിൽ ഒരു സംശയമുള്ളത് കെ സുധാകരൻ BJP-യിലേക്ക് പോകുമോ അതോ മുമ്പത്തെ പോലെ കോൺഗ്രസിനെ പിളർത്തുമോ എന്നുള്ളൊരു ചോദ്യമാണ്. അല്ല കുഞ്ചു, ഇത് രണ്ടും സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്ന്, കേരളത്തിൽ ഇതുപോലുള്ള സമുന്നത നേതാക്കന്മാർക്ക് BJP-യിലേക്ക് പോകുക എന്നാണ് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം കേരളത്തിൽ ഒരു രാഷ്ട്രീയ മണ്ണ് അതല്ല. സുധാകരനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഞാനത് ആദ്യം പോലെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. ഈ പിളർപ്പെന്ന് പറഞ്ഞൊന്നും കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം പുത്തരിയായിട്ടുള്ള കാര്യമല്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ 1980 CPM കോൺഗ്രസ് പിളർന്നിട്ടുണ്ട്. അന്ന് പിളരുമ്പോൾ ഇന്ദിരാഗാന്ധി അപ്പുറത്ത് നിൽക്കുന്നത്. ഇപ്പോൾ ഈ കൂറ രാഹുൽ ഗാന്ധിയാണ് ഇപ്പുറത്ത് നിൽക്കുന്നത്. ഈ ടീഷർട്ട് ഇട്ടുകൊണ്ട് നടക്കാമെന്നല്ലാതെ എന്തിന് കൊള്ളാവുന്നൊരു മനുഷ്യനാണ് അയാൾ. ആലോചിച്ച് നോക്ക്. കോൺഗ്രസ്സിനകത്ത് തന്നെ എന്താ നടക്കുന്നത്? അയാൾ MP, അയാളുടെ പെങ്ങൾ MP, അയാളുടെ അമ്മ MP. ഇതല്ലേ കോൺഗ്രസ്സിനകത്ത് നടക്കുന്നത്. അല്ലാതെ കോൺഗ്രസ്സിനകത്ത് പറയുന്ന നമുക്കത് വേറൊരു സമയത്ത് നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ കോൺഗ്രസ് പിളർന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് പിളരാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ ഞാൻ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്ന നിഗമനം എന്ന് പറഞ്ഞാൽ പിളർപ്പിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ പോളറൈസേഷൻ ഇല്ലേ, ഈ പോളറൈസേഷൻ തന്നെ ഈ ഒരു വശത്ത് വേണുഗോപാലും പിന്നെ സതീശനും ഈ പറഞ്ഞ പോലെ എന്താണ് അടൂർ പ്രകാശും എന്നുള്ള നിലയിലേക്ക് ഇത് ചുരുങ്ങാൻ പോവുക. കാരണം ഞാൻ മനസ്സിലാക്കിയിടത്തോളം വിഷ്ണുനാഥ് ഒന്നും മാനസികമായി ഈ ഔദ്യോഗികത്തിൻ്റെ കൂട്ടത്തിലല്ല. ഇപ്പോൾ വിഷ്ണുനാഥിൻ്റെ പത്രസമ്മേളനം നിങ്ങൾ കാണും, ഏതാണ്ട് മരണവീട് പോലെയാണ് ആ പാവപ്പെട്ടവൻ്റെ. എൻ്റെ സുഹൃത്തും കൂടെയാണ്. എന്നെ 1-2 സുഹൃത്തുക്കൾ വിളിക്കാൻ പറഞ്ഞു, ഞാൻ വിളിച്ചില്ല. കാരണം വളരെ പരിതാപനം. അയാളുടെ മോഹം കണ്ടാൽ നമുക്കറിയില്ലേ ഇത് കംപ്ലീറ്റ് പൊളിയുകയാണെന്നുള്ളത്. ഇനി ഞാൻ പോട്ടെ, ഈ നിങ്ങൾ ഷാഫി പറമ്പലിൻ്റെ മുഖത്തേക്ക് നിങ്ങൾ നോക്ക്, അയാൾക്കും ഇതിൻ്റെ അടിത്തട്ടിൽ എന്താ നടക്കുന്നത്. അല്ല, അദ്ദേഹം തലേദിവസം കാണാൻ പോകുന്നുണ്ട്. ഷോളണീയനായി പോകുമ്പോഴത്തേക്ക് പറയുന്നതാണ്, നീ ഉയർച്ചയിലേക്ക് എത്തിയല്ലോ, ഞാൻ ഇപ്പോൾ താപ്പോട്ടേക്കാണ് എന്ന് കെ സുധാകരൻ തന്നെ പറയുന്നുണ്ട്, നേരിട്ട് പറയുന്നുണ്ട്. കെ മുരളീധരനോ തന്നെ പറഞ്ഞു, ഷാഫിയുടെ മുകളിലോട്ട് കയറി ഞാൻ താഴോട്ട് പോയി എന്ന് പറഞ്ഞു. അപ്പോൾ അവരെല്ലാവരും അസ്വസ്ഥരാണ്. കാരണം ഇതിൻ്റെ അടിത്തട്ടിൽ എന്താണ് നടക്കുന്നുള്ളത് അവർ മനസ്സിലായിട്ടുണ്ട്. പിന്നെ ഈ പിന്നെ വേണുഗോപാലിനെയും സതീശനെയും എതിർത്തവർക്ക് ഇപ്പോൾ ഉണ്ടായൊരു അഡ്വാൻറ്റേജ് എന്താ? അവർ ശക്തരാണെന്നും അവരാണ് ഭൂരിപക്ഷമെന്നും മറുഭാഗത്തിന് ബോധ്യമായി. അതെ, മനസ്സിലായി. ആ ബോധ്യമായതുകൊണ്ട് ഇനി 1 ഇഞ്ച് അവർ വിട്ടുകൊടുക്കില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഞാൻ വിശ്വസിക്കുന്നത് അവരോരോ DCC പ്രസിഡൻ്റെ കാര്യം വരുമ്പോഴും അവർ അസർട്ട് ചെയ്യും. അസർട്ട് ചെയ്യുമ്പോൾ ഇവർ ദുർബലരാകും. കാരണം ഇവരുടെ കൂടെ ആരുമില്ല. കാരണം മാനസികമായി ഇവരുടെ കൂടെ കൊടിക്കുന്നിൽ സുരേഷില്ല, മാനസികമായി ഇവരുടെ കൂടെ വിഷ്ണുനാഥില്ല, ഷാഫി പറമ്പിൽ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. അങ്ങനെ വരുമ്പോഴത്തേക്കും AP അനിൽകുമാറിന് എന്ത് പുല്ല് ചെയ്യാൻ കഴിയും? ആരാണ് AP അനിൽകുമാർ? ഞാൻ ചോദിക്കുന്നത്. AP അനിൽകുമാറും മലപ്പുറത്തുള്ള കോൺഗ്രസിൻ്റെ ഒരു ഉറച്ച സീറ്റിൽ നിന്ന് 4-5 തവണയായി ജയിക്കുന്ന ഒരാളാണ് AP അനിൽകുമാർ. AP അനിൽകുമാറും വേണുഗോപാലും തമ്മിലുള്ള അടുപ്പം എന്താ? രണ്ടുപേരും സോളാർ കേസിൽ നല്ല പങ്ക് വഹിച്ചിട്ടുള്ളവരാണ്. എന്തൊക്കെയോ കാരണം കൊണ്ട് രക്ഷപ്പെട്ടു. അപ്പോൾ AP അനിൽകുമാറിന് ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. അപ്പം ഒരു വശത്ത് നിൽക്കുന്ന ഈ കഴിവുകെട്ട ആളുകൾ, സണ്ണി ജോസഫിനൊന്നും ചെയ്യാൻ പറ്റില്ല, അയാൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അടൂർ പ്രകാശിനും ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. അയാൾക്ക് കുറച്ച് ഈ മദ്യ കച്ചവടക്കാരുമായിട്ടുള്ള ചില ബന്ധം എന്നുള്ളതല്ലാതെ അയാൾക്കൊന്നും ഇതിനകത്ത് ഒരു പട്ടിക്കുഞ്ഞും അയാളുടെ കയ്യിലില്ല. ഈ വിഷയം കൊണ്ടുണ്ടായ ഒരു വലിയ അഡ്വാൻറ്റേജ് എന്താണ്? അണികൾ, നേതാക്കന്മാരെവിടെയാണെന്നും അണികൾ എവിടെയാണെന്നും ഇതിലൂടെ ഉരുത്തിരിഞ്ഞു, അങ്ങോട്ടും ഇങ്ങോട്ടും നെല്ലും പതിരും തിരിഞ്ഞു. അതുകൊണ്ട് തന്നെ അവരിനി വരാൻ പോകുന്ന തീരുമാനങ്ങളിലെല്ലാം അവരെ അസർട്ട് ചെയ്യും. ഞാനിതിൻ്റെ ഒരു പ്രമുഖ നേതാവിനോട് ചോദിച്ചു, ഇനി എന്താണ് നിങ്ങളുടെ ഇതെന്ന് ചോദിച്ചപ്പോൾ, വരട്ടെ, പുനഃസംഘടനയിലേക്ക് കിടക്കല്ലേ, നോക്കട്ടെ, വരട്ടെ, എന്താ ചെയ്യുന്നത് നോക്കട്ടെ. അപ്പോൾ അതുകൊണ്ട് അതിനകത്തെ പോയിൻ്റ് എന്താണെന്ന് അറിയും, അവർക്ക് അവരുടെ ശക്തി മനസ്സിലായി. ഇപ്പോൾ A ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം A ഗ്രൂപ്പ് കുറച്ച് ദുർബലമായി നിൽക്കുകയായിരുന്നു. കാരണം ഉമ്മൻചാണ്ടിയൊക്കെ മരിച്ചു, അപ്പുറത്തുനിന്ന് വേണുഗോപാൽ പലരെയും സിദ്ദിഖിനെ അവരെയൊക്കെ കുറച്ച് പേരെയൊക്കെ അങ്ങോട്ടെടുത്തു, തിരുവഞ്ചൂരാഷനെ അങ്ങോട്ടെടുത്തു. പക്ഷേ ഈ വിഷയത്തോടു കൂടി അത് A ഗ്രൂപ്പ് എന്നുള്ള നിലയിൽ മാറി അതൊരു വിശാല ഒരു സഖ്യം എന്നുള്ള നിലയിലേക്ക് ആ സാധനം മാറി. മനസ്സിലായില്ലേ? അവരുടെ കൂടെയാണ് ഭൂരിപക്ഷം പേരുന്ന അവർ മനസ്സിലായി. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അവരിഞ്ഞ് 14 DCC പ്രസിഡന്റുമാരുടെ കാര്യത്തിലും അവർ പിടിക്കും. തീർച്ചയായും DCC പ്രസിഡന്റുമാരാണ് ഇതിനകത്ത് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. DCC പ്രസിഡന്റുമാരാണ് തെരഞ്ഞെടുപ്പ് തോക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു ഫിഗർ ഹെഡ് പോലെ ഈ നമ്മുടെ ഈ കണ്ടത്തെ ഈ പാടത്തൊക്കെ വെക്കുന്ന ചില പേക്കോലങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടിട്ടില്ലേ, ഈ കണ്ണ് വെക്കാതിരിക്കാനായിട്ട്, അതുപോലത്തെ ഒരു സാധനമായിട്ട് ഈ സണ്ണി ജോസഫ് അവിടെ നിൽക്കും. കാരണം പാവത്തിനെ കൊണ്ട് എനിക്ക് സത്യം പറഞ്ഞപ്പോൾ എനിക്ക് അയാളെ കുറിച്ചിട്ട് സഹതാപമുള്ളൂ. ഇംഗ്ലീഷ് പറഞ്ഞ എമ്പതി സിമ്പതി അല്ലേ, എമ്പതി, അനുതാപം. സഹതാപമല്ല, അനുതാപം. കാരണം വെച്ചാൽ പാവത്തിനെ കൊണ്ടൊന്നും പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അയാൾ അവിടെ ഇരിക്കും.
ഇനി നടക്കാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 14 DCC പ്രസിഡന്റുമാരുടെയും കാര്യത്തിൽ ഇവർ അസർട്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ 14 DCC പ്രസിഡന്റ് നല്ല പ്രസിഡന്റുമാർ വരും. അതുകൊണ്ട് ആത്യന്തികമായി എൻ്റെ വിലയിരുത്തൽ ഈ പൊട്ടിത്തെറി കോൺഗ്രസ്സിന് ഗുണമായി വരും എന്നാണ്. അതിൻ്റെ ഒറ്റ കാരണോട് പറഞ്ഞു ഞാൻ അറിയാം. 2006 എന്താ നമ്മൾ പറഞ്ഞത്, CPM പിളരാൻ പോകുന്നു, VS പോകുന്നു, അങ്ങ് പോകുന്നു. ആ ഒരു ചേണിങ് കൊണ്ടാണ് VS അന്ന് 100 സീറ്റ് കിട്ടിയത്, അല്ലേ? ആ പൊട്ടിത്തെറി ഓർമ്മയില്ലേ? അതെ. എന്ന് പറഞ്ഞതുപോലെ ഈ യഥാർത്ഥത്തിൽ നമ്മൾ KC വേണുഗോപാലിനോട് നന്ദി പറയണം എന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലെ സതീശനോട് നന്ദി പറയണം. കാരണം ഇവരുണ്ടാക്കിയ ഈ പൊട്ടിത്തെറിയാണ് കോൺഗ്രസിനെ ഇനി വേറൊരർത്ഥത്തിൽ ശക്തിപ്പെടുത്താൻ പോകുന്നത്. ആ ശക്തിപ്പെടുത്തിയതിന് ശേഷം പുതിയ DCC പ്രസിഡന്റുമാർ വരുമ്പോൾ അവരുടെ നേതൃത്വത്തിൽ ശക്തവും തീവ്രവും ആഴത്തിലുള്ളതുമായിട്ടുള്ള സമര പോരാട്ടങ്ങളിലേക്ക് ഇറങ്ങിയാൽ ഈ പിണറായി വിജയനെ പിടിച്ചു കിട്ടാൻ കഴിയും എന്ന് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. തീർച്ചയായും. ഏതായാലും കോൺഗ്രസിന് ഉള്ളിലുണ്ടായിരിക്കുന്ന ഈ ഒരു വിഭാഗിത അല്ലെങ്കിൽ ഈ ഒരു പൊട്ടിത്തെറി സുധാകരൻ പക്ഷത്തേക്ക് വലിയ ആൾക്കാരെ സമീപിക്കുന്ന അല്ലെങ്കിൽ സ്വീകരിക്കുന്ന രീതിയിലേക്ക് മാറുമോ എന്നുള്ള സംശയങ്ങളും ഉടലെടുക്കുന്നുണ്ട്. ഇവിടെ അഡ്വക്കേറ്റ് KM ഷാജഹാൻ പറഞ്ഞതുപോലെ വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റത്തിലേക്കും നേട്ടത്തിലേക്കുമാണോ ഈ പൊട്ടിത്തെറി വഴിതെളിക്കുന്നതെന്നും കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. ഏതായാലും ടോക്കിംഗ് പോയിന്റ് ചർച്ച ചെയ്ത രീതിയിലേക്കാണ് കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ പോക്കെന്നത് വ്യക്തമാണ്. ഇന്ന് നമ്മോടൊപ്പം ചേർന്ന അഡ്വക്കേറ്റ് KM ഷാജഹാൻ നന്ദി. ടോക്കിംഗ് പോയിന്റ് എപ്പിസോഡ് അവസാനിക്കുന്നു. നമസ്കാരം.